അസ്സലാമലൈക്കും നമസ്കാരം വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ഈസി ആയിട്ടുള്ള വീശിയടിക്കാത്ത ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൊറാട്ടയും പിന്നെ ആ പൊറാട്ട ഉപയോഗിച്ചിട്ട് നല്ലൊരു പൊറാട്ട ഷവർമയും ആണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പൊറാട്ടയ്ക്ക് വേണ്ട മാവൊന്ന് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഫുഡ് പ്രോസസ്സർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വേണമെന്നൊന്നുമില്ല, നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് തന്നെ മാവ് കുഴച്ചെടുത്താൽ മതി. ഇതിലാവുമ്പോൾ പെട്ടെന്നാവും, അതുകൊണ്ട് ഞാൻ ഇതെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ 250 ml കപ്പിന് 3 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 250 ml കപ്പിന് തന്നെ 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാല് ഞാൻ തിളപ്പിച്ചാറിയ പാലാണ് ഒഴിച്ചിട്ടുള്ളത്. പാല് വേണ്ടാന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. പാലിന് പകരം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ 250 ml കപ്പിന് തന്നെ 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, ചൂടുള്ള വെള്ളമൊന്നും വേണ്ട. ഇനി ഞാൻ ഈ മാവൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നമ്മൾ കൈ ഉപയോഗിച്ചിട്ടാണെങ്കിൽ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. പൊറാട്ട നന്നായിട്ട് സോഫ്റ്റ് ആവാനായിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിത് ഇതിൽ ഓണാക്കി എടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മാവ് നമുക്ക് ഇതിൽ കുഴച്ചെടുക്കാൻ പറ്റും, അതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് വെച്ചിട്ട് ഒന്നുകൂടെ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടെ കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ മാവൊന്ന് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടെ കുഴച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാ സൈഡിലേക്കും ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മൂടി വെച്ചിട്ട് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ നമുക്കിത് മാറ്റാം. അങ്ങനെ പൊറാട്ടയുടെ മാവൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2 മണിക്കൂറിന് ശേഷം എടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കും മാവ്. ഇനി നമുക്ക് പൊറാട്ട ഷവർമ ഉണ്ടാക്കാനുള്ള ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 200 ഗ്രാം എല്ലില്ലാത്ത പീസ് ചിക്കൻ നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5 വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളി അരച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വലിയ നാരങ്ങ ആയതുകൊണ്ട് ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ. ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു നാരങ്ങയുടെ മുഴുവൻ നീര് ഒഴിച്ചു കൊടുക്കാം. പിന്നെ എരിവിനായിട്ട് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കനിൽ മസാല ഒക്കെ ഒന്ന് പിടിച്ച് വരട്ടെ. കുറഞ്ഞത് ഒരു 10 മിനിറ്റെങ്കിലും വെക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് കുറച്ച് ഗാർലിക് സോസ് കൂടെ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 4 വെളുത്തുള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു മുട്ടയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം, കുരുമാറ്റിയിട്ട്. അങ്ങനെ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചേർക്കരുത്, 1/4 ടീസ്പൂൺ തന്നെ മതിയാവും. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിലിൻ്റെ അളവെന്ന് പറയുമ്പോൾ നമുക്ക് എത്ര തിക്നെസ് വേണോ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 250 ml കപ്പിന് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ 1 മിനിറ്റ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. 1 മിനിറ്റ് അടിച്ചാൽ മതി. അങ്ങനെ ഗാർലിക് സോസും റെഡി ആയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് മതി. ഷവർമയ്ക്ക് ഒരുപാട് തിക്കാവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് ഒഴിച്ചു വെക്കുന്നുണ്ട്. ഇനി ഷവർമയിലേക്ക് വേണ്ട ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കട്ടിയിലും ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് ഞാനൊരു 2 മിനിറ്റ് ഉപ്പിട്ട വെള്ളത്തിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഈ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം.
ഞാൻ മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഇതാ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഞാനിതെല്ലാം എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ എണ്ണ കളഞ്ഞിട്ട് നമുക്ക് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് വെക്കാം. ഇനി നമുക്ക് ഇതേ ഓയിലിൽ തന്നെ നമ്മുടെ ചിക്കനും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ഇത്ര ഓയിൽ വേണ്ട ചിക്കൻ ഫ്രൈ ചെയ്യാൻ. അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ചധികം ഓയിലെടുത്ത് മാറ്റിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമേ ഇതിൽ വെച്ചിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ചിക്കൻ്റെ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ചിക്കൻ്റെ ഒരു സൈഡെല്ലാം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ തന്നെ മറ്റേ സൈഡും ഒന്ന് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ചിക്കൻ എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ ചിക്കൻ എല്ലാം ഫ്രൈ ആക്കി എണ്ണയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറിയ ശേഷം ചെറിയ പീസാക്കി കട്ട് ചെയ്യാം. അപ്പോൾ അതിന് മുന്നായിട്ട് പൊറോട്ട റെഡിയാക്കാം. അങ്ങനെ പൊറോട്ട മാവെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. നല്ല സോഫ്റ്റാണ്. ഇനി നമുക്ക് ഈ മാവിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസാക്കി മാവ് മാറ്റാം. അപ്പോൾ ഇതുപോലെ മാവ് എടുത്തിട്ട് ഇങ്ങനെ ചെയ്തിട്ട് കൈൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ബോളാക്കി എടുക്കാം. ഇതുപോലെ ഞാൻ എല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഒരു ബോളിൽ നിന്ന് 2 പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ പൊറോട്ടയ്ക്ക് വേണ്ട മാവെല്ലാം ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാ ബോൾസിൻ്റെ മേലേക്കും ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുക. നന്നായിട്ട് എല്ലാ സൈഡിലേക്കും ആക്കി കൊടുക്കുക. എന്നിട്ടിതൊരു 15 മിനിറ്റ് മൂടി വെച്ച് കൊടുക്കുക. ഒന്നുകൂടെ മാവ് സോഫ്റ്റ് ആവാനായിട്ടാണ്. അങ്ങനെ 15 മിനിറ്റിന് ശേഷം ഇതാ പൊറോട്ട മാവെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വീശി അടിക്കാതെ ഈസി ആയിട്ട് എങ്ങനെ പൊറോട്ട റെഡിയാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഒരു മാവ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് കൈ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് പരത്തി കൊടുക്കുന്നുണ്ട്. കൈ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്ത് നന്നായിട്ട് വലുതാക്കി പരത്തിയെടുക്കുക കൈ ഉപയോഗിച്ചിട്ട്. ഇനിയിപ്പോൾ കൈ ഉപയോഗിച്ചിട്ട് പരത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുഴൽ ഉപയോഗിച്ചിട്ട് നല്ല വലുതാക്കി പരത്തിയെടുത്താൽ മതി. കനയില്ലാതെ പരത്തിയെടുത്താൽ മതി. ഞാനിപ്പോൾ കൈ ഉപയോഗിച്ചിട്ട് തന്നെയാണ് പരത്തുന്നത്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചാൽ വീണ്ടും നന്നായിട്ട് കനയില്ലാതെ തന്നെ പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കനയില്ലാതെ കൈ ഉപയോഗിച്ച് ഇതുപോലെ എത്ര കനയില്ലാതെ ആക്കാൻ പറ്റുമോ അത്രയും ആക്കി കൊടുക്കാം. അങ്ങനെ മാവ് ഇതാ നല്ല കനയില്ലാതെ പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ തന്നെ എടുത്തിട്ടുള്ളത്. നമുക്കൊരു മാവിൽ നിന്ന് 2 പൊറോട്ട ഇട്ടു ഇതുപോലെ 2 സൈഡിലും ആക്കി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് റോൾ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ ലാസ്റ്റിലുള്ള ഭാഗം ഇതിൻ്റെ അടിയിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ ഇത് നമ്മൾ 2 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. നല്ല ഈസിയാണ്. അങ്ങനെ ഞാൻ എല്ലാ പൊറോട്ട മാവും ഇതുപോലെ പരത്തി ഇതുപോലെ റോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ഓരോന്നായിട്ട് പരത്തി പൊറോട്ട ചുട്ടെടുക്കാം. അപ്പോൾ ഞാനൊരു മാവ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കൈ ഉപയോഗിച്ച് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്തും കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുഴൽ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഞാൻ ജസ്റ്റ് ഇതുപോലെ കുഴൽ ഉപയോഗിച്ച് ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. എല്ലാ സൈഡും ഒന്ന് ഒരേപോലെ കനാക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ പരത്തി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചുടാം. അപ്പോൾ പൊറോട്ട ചുടാനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് പരത്തി വെച്ച് പൊറോട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചുട്ടെടുക്കാനായിട്ട്. ഒരു സൈഡൊന്ന് ചെറുതായിട്ടൊന്ന് ആയി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ പൊറോട്ടയുടെ ഒരു സൈഡൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മറ്റേ സൈഡൊന്ന് ആയി വരുമ്പോൾ വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പൊറോട്ടയുടെ ഒരു സൈഡ് നല്ല കറക്റ്റായിട്ട് ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് മറ്റേ സൈഡ് ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പൊറോട്ട ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. 2 സൈഡും നല്ല കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോട് കൂടിയിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കണം. ഒരു 2-3 എണ്ണം ആയപാട് നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ 2-3 എണ്ണം കൂടെ ചെയ്തെടുത്തിട്ട് അടിച്ചെടുക്കുക. അങ്ങനെ ഞാനൊരു 2 പൊറോട്ട റെഡിയാക്കി എടുത്ത ശേഷം ഇതുപോലെ കൈ ഉപയോഗിച്ചിട്ട്
2 കൈ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് പൊറോട്ട. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് നല്ല ലെയറായിട്ട് നല്ല സോഫ്റ്റ് പൊറോട്ട ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പൊറോട്ട എല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ലെയറായിട്ടുള്ള സോഫ്റ്റ് പൊറോട്ടയാണ്. വീശി അടിക്കൊന്നും വേണ്ട, ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല കനലില്ലാതെ ഒന്ന് പരത്തിയെടുക്കേണ്ട ഇത് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് പൊറോട്ട ഷവർമ റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ള നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു ക്യാരറ്റ് തൊലി കളഞ്ഞിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തത്, ഒരു കുക്കമ്പറും കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു പകുതി ചെറുനാരങ്ങ നീരും കുറച്ച് ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഒരു അരമണിക്കൂർ. അപ്പോൾ നന്നായിട്ട് ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ റെഡിയാക്കി വെച്ച ഗാർലിക് സോസും ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഇവിടെ ഉണ്ട്. ഇനി ഇത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു വലിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കട്ട് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഇട്ട് കൊടുക്കാം. അതുപോലെ ക്യാരറ്റ് കുക്കമ്പറൊക്കെ ഇട്ട് കൊടുക്കുക. അതിലെ വെള്ളം കളഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗാർലിക് സോസ് കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ലെറ്റ്യൂസ് കട്ട് ചെയ്തത് ഇടാം. അപ്പോൾ ഞാൻ അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളിയൊക്കെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ലെറ്റ്യൂസ് മാത്രമേ ഇടുന്നുള്ളൂ. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്നുകൂടെ മിക്സാക്കാം. ഇനി ഓരോ പൊറോട്ട എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് എത്ര ഫില്ലിങ് വേണോ അതിനനുസരിച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് റോൾ ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇത്രയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അങ്ങോട്ട് ഇതുപോലെ അങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബട്ടർ പേപ്പർ ഉപയോഗിച്ചിട്ട് ഒന്ന് പൊതിയാം. ഇനി ഇതൊന്ന് ബട്ടർ പേപ്പർ വെച്ചിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇതൊന്ന് ചൂടാക്കി എടുത്ത ശേഷം കഴിച്ചാൽ മതി. ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലിട്ടിട്ട് ജസ്റ്റ് 2 സൈഡും ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇതുപോലെ ഞാൻ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാ പൊറോട്ട ഷവർമയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ 2 റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക.